നമസ്കാരം. അയൽവാസി വഴികെട്ടി അടച്ചതോടെ ഒറ്റപ്പെട്ട അമ്മയുടെയും മകന്റെയും വിഷയത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുത്തു. 3 മാസം മുമ്പ് അയൽവാസി കടുങ്കൈ കാട്ടിയതോടെ മതില് ചാടി പുറത്തിറങ്ങേണ്ട ഗതികേടിലാണ് വണ്ടാനം കാട്ടുങ്ങൽ വീട്ടിൽ PJ ജയയും ഭിന്നശേഷിക്കാരനായ മകൻ മുരുകേശും. മറുനാടൻ വാർത്ത ശ്രദ്ധയിൽപ്പെട്ടതോടെ PJ ജയയുടെയും ഭിന്നശേഷിക്കാരനായ മകന്റെയും ദുരവസ്ഥയിൽ മനുഷ്യാവകാശ കമ്മീഷൻ ഇടപെടുകയായിരുന്നു. ജില്ലാ കളക്ടർ വിഷയത്തിൽ ആവശ്യമായ അന്വേഷണം നടത്തി 15 ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് കമ്മീഷൻ അംഗം V ഗീത ഉത്തരവിൽ ആവശ്യപ്പെട്ടു. മതിൽ ഏണി ചാരി വെച്ച് കയറിയാണ് അമ്മ പുറത്തേക്ക് പോകുന്നത്. അമ്പലപ്പുഴ വടക്ക് പഞ്ചായത്തിലെ 18-ാം വാർഡിലാണ് ജയയും മകൻ മുരുകേശും താമസിക്കുന്നത്. 14 വർഷം മുമ്പ് ഇപ്പോൾ വഴി കെട്ടിയടച്ച അയൽവാസിയിൽ നിന്നാണ് ജയ 5 സെന്റ് സ്ഥലം വാങ്ങിയത്. ഭിന്നശേഷിക്കാരനായ മകന്റെ ചികിത്സയ്ക്ക് വണ്ടാനം മെഡിക്കൽ കോളേജിൽ പോകുന്നതിന് വേണ്ടിയാണ് ഇവിടെ സ്ഥലം വാങ്ങിയത്. സ്ഥലം കൊടുത്തയാളുടെ പറമ്പിലൂടെയാണ് വഴി നടന്നിരുന്നത്. വാർത്തയുടെ അടിസ്ഥാനത്തിൽ സ്വമേധയാ രജിസ്റ്റർ ചെയ്ത കേസിലാണ് മനുഷ്യാവകാശ കമ്മീഷന്റെ നടപടി. ജയ സ്ഥലം വാങ്ങുമ്പോൾ ചുറ്റുമതിലുകളോ വേലിയോ ഇല്ലായിരുന്നു. എന്നാൽ പിന്നീട് ചുറ്റുമതിലുകൾ കെട്ടുകയും അടുത്തിടെ അയൽവാസി വഴി അടയ്ക്കുകയും ചെയ്തു. ഇതോടെയാണ് ജയ ദുരിതത്തിലായത്. ഭിന്നശേഷിക്കാരനായ മകൻ മുരുകേശിനെ വണ്ടാനം മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥികളാണ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ സഹായത്തിനെത്തുന്നത്. മതിലിന് മുകളിൽ കൂടി ഏറെ പാടുപെട്ടാണ് ആംബുലൻസിൽ കയറ്റി കൊണ്ടുപോകുന്നത്. മകന്റെ അസുഖം മൂലം വീട്ടിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയാത്തതിനാൽ ജോലിക്ക് പോകാനും ജയയ്ക്ക് കഴിയുന്നില്ല. മെഡിക്കൽ കോളേജിൽ നിന്നും ലഭിക്കുന്ന സൗജന്യ ഭക്ഷണമാണ് ഇരുവരുടെയും ജീവൻ നിലനിർത്തുന്നത്. കൂടാതെ ചില അയൽവാസികളുടെയും സന്നദ്ധ സംഘടനകളുടെയും സഹായവും ഇവർക്ക് ലഭിക്കുന്നുണ്ട്. നിലവിൽ ജയയും മകനും താമസിക്കുന്ന വീട് വാസയോഗ്യമല്ല. 3 ചുവരുകൾ മാത്രം കട്ട കൊണ്ട് കെട്ടി മുകളിൽ ഷീറ്റ് ഇട്ടിരിക്കുകയാണ്. ഇതിന്റെ ഒരു ഭാഗം കനത്ത മഴയിൽ തകർന്നുപോയി. മഴ പെയ്തു കഴിഞ്ഞാൽ വീടിനുള്ളിൽ ചോർച്ചയാണ്. ജയയുടെ ദുരവസ്ഥയറിഞ്ഞ് പഞ്ചായത്ത് അധികൃതർ അയൽവാസിയുമായി ചർച്ച നടത്തിയെങ്കിലും അനുകൂല നടപടി ഉണ്ടായില്ല. നടക്കാനുള്ള വഴിയെങ്കിലും തുറന്നു തന്നാൽ വലിയ സഹായമാകുമെന്നാണ് ജയ പറയുന്നത്.